സിനിമ ഉണ്ടായ കാലം മുതൽക്കുള്ളൊരു കഥ, നമ്മൾ പല പല ഹിറ്റ് സിനിമകളിലായി കേട്ടിട്ടുള്ള ഡയലോഗുകളുടെ ഒരു മാഷപ്പ്, ഇങ്ങനെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതീവ ലോ എഫേർട്ടിൽ വന്ന് എന്നിട്ടും ഹിറ്റ് അടിച്ചൊരു ചിത്രം. ഇവർക്കാകെ കൂടെ ഡിപ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നത് ഒരു താരത്തെ മാത്രം. കാര്യം മമ്മൂട്ടിയുടെ തന്നെ കണ്ടിന്യൂസ് കോമഡി ഹിറ്റ്സ് വന്നിരുന്ന 2005, 2010 കാലഘട്ടങ്ങളിലെ സിനിമകളിൽ പോലും സുരാജോ, സലീം കുമാറോ, ബിജുക്കുട്ടനോ, രാജൻ പി ദേവോ, കൊച്ചിൻ ഹനീഫയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആ പടങ്ങളിലൊക്കെ കോമഡി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിലെ മമ്മൂട്ടി ഒഴിച്ച് മറ്റേത് കഥാപാത്രങ്ങൾ നോക്കിയാലും, അതിപ്പം മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന രണ്ടുപേരായാലും, വില്ലൻ സംഘത്തിലെ രണ്ടുപേരായാലും, മമ്മൂട്ടിയുടെ ഉയർന്നൻപൻ രാജ്കിരന്റെ കഥാപാത്രം എടുത്താലും, അതൊക്കെയും നമുക്കൊരു ഡമ്മി പീസാണെന്ന് മാത്രം പറയാം. എന്ന് വെച്ചാൽ ഇതുവരെ കണ്ട റാൻഡം മാസ് റിവെഞ്ച് സിനിമകളിലെ ടെംപ്ലേറ്റ് കഥാപാത്രങ്ങൾ. അപ്പോൾ ഇതുപോലൊരു സെറ്റിങ്ങിന്റെ ഒത്ത നടുക്ക് ഒറ്റയ്ക്ക് നിന്ന് പുള്ളി ഷോൾഡർ ചെയ്തൊരു സിനിമയായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ കഥയുടെയും സംഭാഷണങ്ങളുടെയും ഒക്കെ കാര്യം ആലോചിക്കുമ്പോൾ ഇതെങ്ങനെ ഒരു ഹിറ്റായി മാറി എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും അത്ഭുതമുണ്ട്. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ അവസാനമായി ചെയ്തൊരു നൈസ് വർക്കായിരുന്നു ഈ ഒരു ചിത്രം. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഈ മാസ്ഡ ബോസ്ഡ എന്ന് പറയുന്നത് ഭയങ്കര അരോചകമായിരുന്നെങ്കിലും അതിനിടയിൽ അദ്ദേഹം പ്ലേസ് ചെയ്തിരുന്ന BGM നൈസ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഓർത്തിരിക്കാനുള്ള മറ്റൊരു കാരണം, കോവിഡ് വൈറസ് നമ്മുടെയൊക്കെ നോർമൽ ലൈഫ് മൊത്തമായും ചില്ലറയായും തൂത്തുവാരി കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപ് ഞാൻ അവസാനമായി തിയേറ്ററിൽ നിന്ന് കണ്ടൊരു സിനിമ കൂടിയായിരുന്നു ഇത്. നമ്മുടെ ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇടത്തോട്ടേക്ക് നേരെ വെച്ച് പിടിച്ച് നടന്ന വലത്തോട്ടേക്ക് ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ വളവിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ, അത്യാവശ്യം നല്ല ക്രൗഡ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്റർ ആയിരുന്നു അത്.